അവനി 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 ഹായ്. എന്താണ് ഒരു നാണം? താൻ എന്താ ചെയ്യുന്നേ? ഇത്രയും നേരം നിങ്ങളെ സ്വപ്നം കണ്ടോണ്ടിരുന്നു. ഇപ്പൊ ദാ ലൈവില് കാണുന്നു. വാവ്, നൈസ്. ആ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി മറന്നിട്ടുണ്ടാവുന്ന കരുതിയേ. ഈ ശ്വാസം എന്നിലുള്ളിടത്തോളം നിങ്ങളെ മറക്കാന്നുള്ള കാര്യം നടക്കില്ല. എന്തൊക്കെയാ ഇവിടുത്തെ വിശേഷം? നിങ്ങൾ പോയിട്ട് ഇപ്പൊ ദിവസം 10 എന്നാ ഇങ്ങോട്ട് വരിക? വാട്ട്? ഞാനിങ്ങോട്ട് വന്നിട്ട് 10 ദിവസമായെന്നോ? രാവിലെ അല്ലേ ഇങ്ങോട്ട് പോന്നേ? നിങ്ങൾക്ക് ചിലപ്പോ അങ്ങനെ ആയിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാടോ. താൻ എന്റെ കൂടെ ഇല്ലാത്ത ഒരു ദിവസമല്ല, ഒരു മിനിറ്റ് കഴിഞ്ഞാലും എത്രയോ യുഗം കഴിഞ്ഞ പോലെ തോന്നുക. ഈ വീഡിയോ കോൾ ഇപ്പൊ ഉള്ളതുകൊണ്ട് എത്ര ദൂരത്താണെങ്കിലും അടുത്തുള്ള പോലെ തന്നെ കണ്ടോണ്ടിരിക്കാം. താൻ വല്ലതും കഴിച്ചോ? ഇല്ല, നിങ്ങൾ വിളിച്ച ശേഷം കഴിക്കാന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങൾ കഴിച്ചോ? ഇല്ല, ഒരു 10 മിനിറ്റിൽ ഭക്ഷണം വരും. പിന്നെ വേറെന്താ വിശേഷം? ചേച്ചിയും ഏട്ടത്തെയും കാവ്യൊന്നും ആരും ശല്യപ്പെടുത്തുന്നില്ലല്ലോ? നിങ്ങൾ ഇറങ്ങിയ ഉടനെ തന്നെ എന്നോട് കയർത്ത് സംസാരിക്കാനൊക്കെ നോക്കി. എന്തൊക്കെ പറഞ്ഞാലും ഗസ്റ്റ് ആയിട്ട് വന്ന നീ ഗോസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ ശ്രീകരനെ റാഞ്ചി കൊണ്ടുപോകാൻ വന്നാണോടി? അവർക്ക് തോന്നിയ പോലൊക്കെ സംസാരിച്ചു. താനൊന്നും പറഞ്ഞില്ലേ? എല്ലാ കാര്യത്തിലും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് നല്ലതല്ലാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അവരോട് പറയേണ്ട രീതിയിൽ അവർക്കുള്ള ഉത്തരം കൊടുത്തു. ഇത്രയും കാലം നിങ്ങൾ സംസാരിച്ചു, ഞാൻ കേട്ടു നിന്നു. ഇനി ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കും. കല്യാണപ്രായം എത്തിയ ഒരു പെൺകുട്ടിയെ ഒരാണിന്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ട് എന്തോ നടന്നിട്ടുണ്ടെന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആരെങ്കിലും നാടകം കളിക്കോ? നാണമില്ലേ നിനക്ക്? പറ്റുമെങ്കിൽ വേദവതി അമ്മയുടെയും പ്രസാദ് റാവു സാറിന്റെയും പേരും പെരുമയും നിലനിർത്ത, അല്ലാതെ നശിപ്പിക്കരുത്. തെറ്റായ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ നല്ലൊരു മാർഗത്തിലേക്ക് എത്തിക്കാൻ അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നാളെ കാവ്യ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടര് വരുന്നുണ്ട്. ആ ചടങ്ങിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ അവരുണ്ടാക്കാന്ന് അറിയില്ല. ആവനി, പറയട്ടാ. രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ തന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെന്തോ വേണ്ട എന്ന് തോന്നി. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ? ചോദിക്കേട്ടാ. കാവ്യെ എന്റെ റൂമിൽ കണ്ടപ്പോ തനിക്ക് എന്താ തോന്നിയത്? രാമൻ സീതയെ സംശയിച്ചിട്ടുണ്ടെങ്കിലും സീത രാമനെ ഒരിക്കലും സംശയിച്ചിട്ടില്ലേട്ടാ. നിങ്ങളാ എന്റെ രാമൻ, നിങ്ങളാ എന്റെ ദൈവം. സ്വപ്നത്തിൽ പോലും ഞാൻ സംശയിക്കില്ല. അപ്പോ പിന്നെ എപ്പോഴെങ്കിലും ഞാനായിട്ട് തന്നെ സംശയിക്കുകയാണെങ്കിലോ? എന്നെ ഒരിക്കലും സീതയുടെ അവസ്ഥയിലേക്ക് നിങ്ങൾ വിടില്ലാന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് ജീവനുള്ളിടത്തോളം എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ തന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കി പോവില്ലടോ. ശരിയടോ, ഇപ്പൊ തന്നെ ലേറ്റായി. താൻ പോയി ഭക്ഷണം കഴിക്കും. കുറച്ചേരം കൂടി സംസാരിക്കട്ടാ. ശരി, എന്ന് താൻ പറഞ്ഞു. ഇന്ന് നിങ്ങളൊരു കാര്യം പറയാൻ മറന്നുപോയില്ലേ? എന്താ അത്? ഒന്ന് ഓർമ്മിച്ചു നോക്കി.
ഇപ്പൊ ഓർമ്മ വന്നു. ഹായ് ലവ് യു. അളിയ, ഈ സിറ്റുവേഷൻ ചേർന്ന് എന്തെങ്കിലും പഞ്ച് ഡയലോഗ് പറയാൻ തോന്നുന്നുണ്ടോ? ഞാനും നിന്റെ ചേച്ചിയും കൂടി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്റെ മകളുടെ കല്യാണം ആ ശ്രീകരുമായിട്ട് നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാവ്യയുടെ തലയില് ഇനി ആരെയാണോ എഴുതി വെച്ചിരിക്കുന്നത്? തലയിൽ എന്താണോ എഴുതിയത് ഇനി എത്ര പരിശ്രമിച്ചാലും അത് തന്നെ ഉണ്ടാവുള്ളൂ എന്ന് എന്നോട് വന്ന് പറയാൻ നിൽക്കണ്ട. എനിക്ക് ഈ പെണ്ണ് കാണാൻ താല്പര്യമില്ല. എന്നെ വെറുതെ നിർബന്ധിക്കരുത്. വരുന്നവൻ ആരാണെങ്കിലും ശരി, പഠിക്കിലെത്തുന്നതിന് മുമ്പ് വിവരം അറിയും. നീ ഉണ്ടാക്കിയ പ്ലാൻ നടന്ന സ്പോട്ടിലെ ശ്രീകർ കാവ്യയുടെ കഴുത്തിൽ താലി കെട്ടേണ്ട അവസ്ഥ ഉണ്ടാവുമെന്ന് കരുതിയെങ്കിലും ഇങ്ങനെ പെട്ടുപോകുമെന്ന് കരുതിയില്ല. എന്റെ തലയിലോട്ടൊന്നും തെളിയുന്നുമില്ല. നീ തന്നെ എന്തെങ്കിലും ഒരു വഴി പറ. എന്റെ ബ്രെയിനും ഇപ്പൊ ബ്ലാങ്ക് ആയി നിൽക്കുക. എനിക്കും ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായത്? കാവ്യ റെഡിയാക്കി നിർത്താതെ സംസാരിച്ചോണ്ട് നിൽക്കുക. ഇനിയും എന്തെങ്കിലും തോന്നിയാസം കാണിക്കാനാണെങ്കിൽ എല്ലാവരും ഞാനൊരു പാഠം പഠിപ്പിക്കും. മോളെ അവനി, മോള് കാവ്യ എന്നൊരുക്ക്. അവരെല്ലാവരും ഇപ്പൊ തന്നെ എത്തും. കാവ്യ റെഡിയാക്കിയിട്ട് നിങ്ങൾ രണ്ടും കൂടെ ഹാളിലോട്ട് വാ. ചെറിയ കുട്ടിയാന്ന് കരുതി എന്നാ വലിയ കാര്യങ്ങളാ ചെയ്യുന്നത്. ഇത്തവണ വലിയവര് പറയുന്നത് കേട്ടില്ലെങ്കിൽ ജീവിതം മുഴുവൻ കരയേണ്ടി വരും. കേട്ടാ നിനക്ക് നല്ലത്. വാ, വന്നിരിക്ക. അമ്മയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കണോ? വരുന്ന ആളുകള് വലിയ വീട്ടിലെ നല്ല ആൾക്കാരാന്നാ കേട്ടത്. നടക്കാത്തൊരു കാര്യം ആഗ്രഹിച്ച് നിന്റെ സമയം വെറുതെ കളയരുത്. ജീവിതം നീ നശിപ്പിച്ച് കളയരുത്. വേദവതി അമ്മ നിന്റെ ജീവിതത്തിന് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും നല്ല കാര്യങ്ങൾ മാത്രമേ ആലോചിക്കാറുള്ളൂ. അത് നീ മനസ്സിലാക്കിയാ നിന്റെ അങ്ങോട്ടുള്ള ജീവിതം അർത്ഥമുള്ളതായി മാറും. നിങ്ങൾ എത്ര ദേഷ്യത്തോടെ നോക്കിയാലും ഈ പെണ്ണ് കാണലും മുടങ്ങില്ല. അത് കഴിഞ്ഞിട്ടുള്ള കല്യാണവും. നീ കാരണമാ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. ചില നല്ല കാര്യങ്ങളൊക്കെ ആദ്യം നമ്മളുടെ ഇഷ്ടത്തോടെ ആയിരിക്കില്ല നടക്കുന്നത്. ഈ പെണ്ണ് കാണലും അതുപോലെയാ. ഞങ്ങളിപ്പൊ പെട്ടുപോയതുകൊണ്ട് നിനക്ക് എന്തു വേണമെങ്കിലും പറയാലോ. മാത്രമല്ല ശ്രീകറിന്റെ ഇവളുടെ ഇടയിലുള്ള തടസ്സമായ കാവ്യ അതോടെ ഇല്ലാതാവുമല്ലോ. അതുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷിക്കുക. അദ്ദേഹം എന്നേ എന്റേതായിട്ടുണ്ട്. ഞങ്ങളുടെ അനുമതിയില്ലാതെ കാറ്റ് പോലും ഞങ്ങൾക്കിടയിൽ വീശില്ല.
മോഹിച്ചതൊന്ന് സംഭവിച്ചത് മറ്റൊന്ന് കെണിയിൽപ്പെട്ടല്ലോ പൃഥ്വിരാജേ. അളിയ ഈ നേരത്താണോ പാട്ട് പാടുന്നത്? അവനവൻ കഴിച്ച പാത്രം അവനവൻ കഴുകണം. അവനവന്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ട് അവനവൻ തന്നെ പാടണം അളിയാ. ചെറുക്കന്റെ കൂട്ടരും എത്താറായി പൃഥ്വിരാജെ. ഒരു കുറവുമില്ലാതെ നോക്കണം കേട്ടോ. ഇത്രയും കാലം കാവ്യയെ ശ്രീകറിന് വേണ്ടിയാ നിർത്തിയേ. ഞങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം കാവ്യയുടെ നല്ലതിന് വേണ്ടിയാ. ഒരു തവണ കൂടി ഒന്ന് ആലോചിച്ചുകൂടെ അച്ഛാ? കാവ്യ പുറത്തുള്ള കുട്ടിയല്ല. ഏതെങ്കിലും ആലോചന കൊണ്ടെന്ന് ഭാരം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നിന്നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഈ നേരത്തിന് എന്തൊക്കെ കരുതിയാലും അത് അനാവശ്യമാണ് പൃഥ്വിരാജ്. കാവ്യമോളുടെ നല്ലതിനു വേണ്ടി നമ്മൾ എടുത്ത തീരുമാനം ഇത്. നീ വെറുതെ എതിര് നിൽക്കരുത്. അവരെത്തിയെന്ന് തോന്നുന്നു. വരൂ വരൂ. നമസ്കാരം. 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 ഇരിക്കാം. ചോദിച്ചപ്പോ തന്നെ ഞങ്ങളുടെ കുട്ടിയെ കല്യാണം കഴിക്കാൻ നിങ്ങൾ സമ്മതിച്ചല്ലോ. വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കുടുംബമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിയാന്ന് പറഞ്ഞാ എന്തെങ്കിലും ഒരു പുണ്യം ചെയ്തിരിക്കണം. അതുകൊണ്ടാ ഈ പറഞ്ഞ കുട്ടിയുടെ പേര് പോലും ഞങ്ങൾ ചോദിക്കാതെ, അവളുടെ ഫോട്ടോ പോലും കാണാതെ പെണ്ണ് കാണാൻ വേണ്ടി വന്നത്. പെണ്ണ് കാണലൊക്കെ കോഫി ഷോപ്പിൽ നടക്കുന്ന കാലമായത്. അതിനുപോലും മുതിർന്നവരുടെ സാന്നിധ്യം ഉണ്ടാകാറില്ല. അങ്ങനെയുള്ളപ്പോ മിനിമം കാര്യങ്ങളെങ്കിലും അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് അത്ര വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ. ഞങ്ങളുടെ മേൽ അത്ര വിശ്വാസമുള്ളത് വളരെ സന്തോഷം. അവൾ ഒരുങ്ങുന്നതേ ഉള്ളൂ. ഇപ്പൊ വരും. നല്ല തങ്കക്കുടം പോലെ ഉണ്ട്. ചെക്കൻ നിന്നെ കണ്ടാലുടനെ വേഗം കല്യാണം നടത്തി താന്ന് പറയും. ഓ ഭാഗ്യമുണ്ട്. എന്റെ മോളെ ഇപ്പൊ തന്നെ കൊണ്ടുപോകുമെന്ന് പറയില്ലല്ലോ. അവൻ അത്രയ്ക്ക് ഇഷ്ടാവുന്നതുകൊണ്ട് അങ്ങനെ വേണേലും പറയും. അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് തീ കൂടി നടക്കുന്നത് പോലുണ്ട്. അതിന്റെ മേളിൽ പെട്രോൾ ഒഴിച്ചോ നീ? നമ്മുടെ അവസ്ഥ കണ്ട് പിശാചിനെ പോലെ സന്തോഷിക്കും അവള്. കടം കൊടുക്കുന്ന ആള് നല്ലതിന് കൊടുക്കും, വാങ്ങിയവന് അത് കുടിച്ചു തീർക്കുംന്ന് പറയുന്നത് പോലെയുണ്ട് നിന്റെ കാര്യം. നിങ്ങൾ കാരണോ കാവ്യ ഇങ്ങനെ ആയതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്റെ അമ്മയ്ക്കും എന്റെ ചേച്ചിക്കും എന്നെ ജീവനാ. നീ വേണ്ടാത്തതൊന്നും പറയണ്ട. നീ ഓരോന്ന് ചെയ്തു വെച്ചതുകൊണ്ടാ ഞാൻ ഇനി പെണ്ണ് കാണലിന് സമ്മതിക്കേണ്ടി വന്നത്. എന്റെ ശ്രീകരേട്ടനല്ലാതെ മറ്റൊരാളെ എന്റെ ഭർത്താവായിട്ട് എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഏയ് മിണ്ടാതിരിക്കെ. ഇനി ഒരു തവണ പോലും അങ്ങനെ പറഞ്ഞു പോകരുത്. പെണ്ണ് കാണാൻ വന്നവരുടെ മുന്നിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാ മുതിർന്നവർക്ക് അതിന്റെ കേട്. മനസ്സിലായോ? മാനം കളഞ്ഞിട്ടായാലും അഭിമാനം കാത്തു സൂക്ഷിക്കാനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ഇവിടെ നീ ഉണ്ടല്ലോ ആവനി ദേവി. 100-ൽ 200 മാർക്കും വാങ്ങാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരെക്കാൾ മുമ്പേ നീ അവിടേക്ക് അങ്ങ് എത്തിച്ചേരുമല്ലോ. ഇവളോട് ഇവിടെ സംസാരിച്ച് നിൽക്കാതെ അവിടെ അവരെത്തിയിട്ടുണ്ടാവും. വരാൻ നോക്ക് ലാവണ്യ. അമ്മ ഞങ്ങളോടാ വരാൻ പറഞ്ഞെ, നിന്നോടല്ല. പാല് പോലെ ഇങ്ങനെ പുറകെ വരണ്ട, ഇവിടെ നിന്നാ മതി. നോക്ക് കാവ്യ, കല്യാണം സ്വർഗത്തിൽ വെച്ചാ തീരുമാനിക്കാന്നാ പറയാറ്. ഓരോരുത്തരുടെയും ജീവിതത്തില് ആരാ വരുന്നതെന്നൊക്കെ നമ്മളല്ല തീരുമാനിക്കുന്നത്. നമ്മളുടെ തലയിലെഴുത്ത് പോലെ ഇരിക്കും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ തിന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കല്ലേ? എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. പോ പുറത്തേക്ക്. നിന്നെ ചടങ്ങ് നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകണ്ടേ? അതിന്റെ ആവശ്യമില്ല. നീ എന്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ആപ്പിളിന്റെ മുന്നിൽ ഏലക്ക വെച്ചതുപോലെ ഉണ്ടാവും. ആ വന്ന ആള് എന്നെക്കാൾ സുന്ദരി നീയാന്ന് പറഞ്ഞാ ഞാൻ വീണ്ടും നാണം കിട്ടുപോകും. നിനക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ ചടങ്ങ് കഴിയുന്നത് വരെ ഞാൻ നിന്റെ അടുത്തേക്ക് വരികയില്ല. നിൽക്ക്.
എന്നെ ഇങ്ങനെ വെറുതെ വിഷമിപ്പിക്കുന്നു. എന്നെ എന്റെ ഏട്ടനെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നു. എന്റെ ശാപം നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. ഇന്നിവിടെ നീയും ഞാൻ അനുഭവിച്ചതിനേക്കാൾ 10 ഇരട്ടി സങ്കടം നീ ഇവിടെ അനുഭവിക്കട്ടെ എന്ന് ഞാൻ നിന്നെ ശപിക്കുകയാണ് മനസ്സറിഞ്ഞ്. പാചകവും മറ്റും അവളിപ്പോ ഒരുവിധം പഠിച്ചു വരുന്നേ ഉള്ളൂ. കല്യാണം കഴിയുമ്പോഴേക്കും അവള് പെർഫെക്റ്റ് ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല വേദവതി അമ്മേ. ഇവിടെ നിന്നല്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വന്നാലും പഠിക്കാലോ. എന്റെ മോളും എന്റെ മരുമോളും. നമസ്കാരം. നമസ്കാരമുണ്ട്. കല്യാണ ചെക്കൻ്റെ അച്ഛനും അമ്മയും അവരാ. ഉടനെ തന്നെ നമ്മൾ കുടുംബക്കാരാകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് സന്തോഷം തന്നെ അളിയ. എഴുന്നേറ്റ് തുള്ളാനുള്ള സന്തോഷമുണ്ട് എനിക്ക്. കിച്ചണിൽ പലഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കൊണ്ടുപോവാ മോളെ. അയ്യോ, അതൊന്നും വേണ്ട. കഴിച്ചാൽ നടക്കില്ലെന്നാണ് വിശ്വാസം. ഇപ്പൊ അതുകൊണ്ടൊന്നും വേണ്ട. അത് ശരിയാ. ചില വിശ്വാസങ്ങള് നമ്മൾ നിലനിർത്തിയേ പറ്റൂ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ ബന്ധം ഞങ്ങൾ വേണ്ടാന്ന് വെക്കില്ല. നിങ്ങളുടെ ഫാമിലി അത്രയ്ക്ക് ഇഷ്ടാ. ഇങ്ങനെ ഒരു കുടുംബത്തില് ഒരു ദിവസം നിൽക്കാൻ കഴിഞ്ഞാൽ മതിയെന്നേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോ നിങ്ങളുടെ വീട്ടിലെ കുട്ടി ഞങ്ങളുടെ മരുമകളാവാന്ന് വെച്ചാ ആ ഭാഗ്യത്തെക്കുറിച്ച് വർണ്ണിക്കാനേ കഴിയില്ല. ഇപ്പോഴേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്തിനാ? ചെറുക്കന് പെണ്ണിനെയും പെണ്ണിന് ചെറുക്കനെയൊക്കെ ഇഷ്ടപ്പെടണ്ടേ? ഇനി വൈകിപ്പിക്കാതെ കുട്ടിയെ ഒന്ന് വിളിച്ച. റെഡിയായോ? ആ ആയമ്മേ. എന്നെ വിളിച്ചോണ്ട് വാ. അലിയ, നിങ്ങൾക്ക് എന്താണ് ജോലി? ആ, ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും ഉണ്ട്. കാവ്യ എവിടെ? വാഷ്റൂമിലായിരിക്കും. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇവിടെയെങ്ങും ഇല്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി? കാവ്യ അവനെ ഇവിടെ ഉണ്ടാവേണ്ടല്ലേ? അവനെ ഇവിടെ കാണുന്നില്ലല്ലോ. ഇനി ചിലപ്പോ ആവനിയുടെ അടുത്തെങ്ങാനും കാണോ? അവനെ വിളിച്ചാലോ? ആ, വിളിക്കാം. ആവനി, ആവനി. ഞാൻ അനുഭവിച്ചതിനേക്കാൾ 10 ഇരട്ടി സങ്കടം നീ ഇവിടെ അനുഭവിക്കട്ടെ എന്ന് ഞാൻ നിന്നെ ശപിക്കുകയാണ് മനസ്സറിഞ്ഞ്. ആവനി, അവനി, അവനി. കാവ്യ നിന്റെ മുറിയിലുണ്ടോ? ഇല്ല. പിന്നെ എവിടെ പോയി? ഈ മുറിയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നേ. ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ ചോദിക്കുന്നേ. ഈ സമയത്ത് ഇപ്പോ വീട്ടിൽ മുഴുവൻ തിരയാൻ പറ്റില്ല. എന്തുകൊണ്ടാന്നറിയോ? മറ്റെവിടെ അവൾ ഉണ്ടാവില്ല. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിക്ക്. ഏയ് നിക്ക് ചേച്ചി, അവിടെ എന്തോ ലെറ്റർ ഉണ്ട്. ഈ ഹാൻഡ് റൈറ്റിംഗ് കാവ്യയുടെ അല്ലേ? ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത്? അമ്മേ, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. എന്നിട്ട് പോലും നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഇത് നടത്താൻ പോവാ. നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും പേടിച്ച് നിങ്ങൾക്ക് ഇതൊന്നും പറയാനും പറ്റുന്നില്ല. എനിക്കും മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. പേടിച്ച് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ച് ജീവിതം വെറുതെ കളയാൻ വയ്യ. ഞാൻ ശ്രീകരേട്ടനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. ശ്രീകരേട്ടനെ അല്ലാതെ മറ്റാരെയും ഭർത്താവായി സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണ്. എന്നെ നിങ്ങൾ ആരും അന്വേഷിക്കരുത്. എന്നോട് ക്ഷമിക്കണം. നീ ഇതെന്താ കാണിച്ചത് കാവ്യ? അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറഞ്ഞാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുന്നില്ലേ? ഇങ്ങനെ ഒരു തീരുമാനം എന്തിനാ എടുത്തത് കാവ്യ? ഇനി എന്ത് ചെയ്യലാ?
എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ ഈ കാര്യം അമ്മ എങ്ങാണോ അറിഞ്ഞാ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? വന്നവരിത് അറിഞ്ഞു കഴിഞ്ഞാ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവുന്നേ? എന്റെ മകൾ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള കാരണം നീയാ. നല്ലത് പറഞ്ഞു കൊടുത്ത ഒരു ജീവിതം നന്നാവട്ടെ എന്ന് കരുതുന്നത് തെറ്റാണോ? ന്യായീകരണമൊന്നും കേക്കണ്ട. നീ എന്റെ മകളെ നിർത്തിയിട്ട് എന്തിനാ പോയത്? നീ ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഇവനെന്തായാലും ഉടനെ ഇവിടെ നിന്നൊന്നും ഒരു ട്രാൻസ്ഫർ ഉണ്ടാവില്ല. അതുകൊണ്ട് മോള് സ്വന്തം വീട്ടിൽ നിന്ന് അധികം ദൂരത്തേക്കൊന്നും പോകേണ്ടി വരില്ല. അങ്കിൾ, കുട്ടിയെ വിളിക്കാൻ പോയിട്ട് കുറെ നേരമായല്ലോ, അവരെ കാണുന്നില്ല. ഈ വീട്ടിൽ നിന്നുള്ള ആലോചന വന്നപ്പോ തൊട്ടേ എന്റെ മോന്റെ സന്തോഷത്തിന് അതിരില്ലാന്ന് പറഞ്ഞാ വിശ്വസിക്കൂ? ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. കാവ്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണോ? വേദ, നിക്ക്, ഞാനും വരാം. ഒരു മിനിറ്റ് കേട്ടോ. ആയിക്കോട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്ത് പ്രോബ്ലം ഉണ്ടാകാനാ? നമ്മൾ ആരുടെ വീട്ടിലാണെന്ന് കരുതിയാ വേദവതിയുടെ വീട്ടിലാണെന്ന് ഓർക്കണം.